എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീച്ച് അടുപ്പൊക്കെ കത്തിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിലോട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ തിളച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഞാൻ എൻ്റെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി കിടക്കുമ്പോഴേ ആലോചിക്കുന്നത് നാളെ എന്തിനാണ് കാപ്പി കറി എന്തിനാണ് ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇടിയപ്പത്തിന് വേണ്ടി തിളയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് അതിൽ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തിളച്ചതിന് ശേഷം മാവിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. മാവൊക്കെ നല്ലതുപോലെ ഇളക്കിയെടുത്ത് പരുവത്തിനാക്കിയതിന് ശേഷം സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ട് ഓരോ തട്ടിലും തീറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന് മേടിച്ച് ഇറച്ചിയുടെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ സക്കാത്ത് ഇറച്ചിയൊക്കെയും കുറച്ച് കിട്ടിയായിരുന്നു. വലിയ പെരുന്നാളാകുമ്പോൾ പിന്നെ സക്കാത്തൊക്കെ കിട്ടുമല്ലോ. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മോള് പോയി രാവിലെ പേരയ്ക്കൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്നു. ഞാൻ ബീഫെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചാൽ പെട്ടെന്ന് വേകാൻ വേണ്ടി ഞാൻ കുക്കറിനകത്താണ് ബീഫ് വേവിച്ചത്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉരുളിയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടിയൊക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇന്നത്തെ കാപ്പി കുടിച്ചേക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൊച്ചൊരു പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ടാ നിങ്ങൾ? അതെന്തിനാണെന്നറിയാമോ? ഇച്ചി വാങ്ങാൻ പോയപ്പോൾ കുറച്ച് കരൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.